വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 3-ാം അധ്യായം. ദൈവവചനത്തിൻ്റെ ഉള്ളിലേക്കുള്ള സ്വീകരണം, കടുപ്പമുള്ള ജനത്തിൻ്റെ ഇടയിലേക്കുള്ള പ്രേഷണം, ദൈവാത്മാവ് ഉയർത്തുന്ന സത്യം, കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം, ദൈവം നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രം സംസാരിക്കേണ്ട സേവനം എന്നിവയാണ്. പ്രവാചകന്റെ പ്രവൃത്തി ദൈവം പറയുന്നതെല്ലാം സത്യസന്ധമായി മുന്നറിയിപ്പായി പ്രഖ്യാപിക്കുക എന്നിവയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്നും വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. എസെക്കിയേൽ 3-ാം അധ്യായം 17-ാം തിരുവചനം. എസെക്കിയേൽ 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി യാദൃശികമല്ല, ന്യായവും ദീർഘവുമായ പാപചരിത്രവും അതിന് ആധാരമാണ്. പ്രവാചകൻ തന്നെ ദൈവത്തിൻ്റെ സന്ദേശം ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ഉപരോധം, ക്ഷാമം, തടവ് ഇവ ഒക്കെ ദൈവത്തിന് എതിരായ ദീർഘകാല അവജ്ഞയുടെ ബലങ്ങളാണ്. ദൈവം തൻ്റെ വചനത്തെ ദൃശ്യങ്ങളും പ്രവൃത്തികളും വഴി ഉറപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ എസെക്കിയേൽ തൻ്റെ ശരീരത്തിൽ തന്നെ ന്യായവിധി പ്രതീകാത്മകമായി പ്രകടിപ്പിക്കുന്നു. മുടി 3 ഭാഗങ്ങളായി വേർതിരിക്കൽ, യെരുശലേമിൻ്റെ ഭാവിയിലെ 3 ശിക്ഷകൾ. ജെറുസലേമിൻ്റെ പാപം ജാതികളെക്കാളും ഗുരുതരമായതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഭീകരമായിരിക്കും. എന്നാൽ ലക്ഷ്യം ദൈവത്തെ തിരിച്ചറിയൽ. ദൈവം പറയുന്നത്, ഞാൻ സംസാരിച്ചതനുസരിച്ച് ഇത് നടക്കും. അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും. എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും. എൻ്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും. എസെക്കിയേൽ 5-ാം അധ്യായം 13-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.